സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തകിടം മറിയുമ്പോൾ അടിയന്തര സഹായത്തിനായി സ്വർഗത്തിലേക്ക് നമുക്ക് ഒരു SOS സന്ദേശം അയക്കാനുള്ള ഓപ്ഷനുണ്ട്. പഴയ നിയമത്തിൽ നാം കാണുന്നത് പോലെ ചാക്ക് വസ്ത്രം ധരിച്ച് തലയിൽ ചാരം പൂശി ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവം മുമ്പാകെ കരഞ്ഞ് നിലവിളിക്കുന്നത് നമ്മുടെ എളിമയുടെയും പശ്ചാത്താപത്തിൻ്റെയും പഴയ നിയമ അടയാളമാണ്. യോന 3:6 വായിക്കുന്നത് പോലെ ഇത് ബാഹ്യമായ ആചാരങ്ങൾക്കപ്പുറം തകർന്ന ഹൃദയത്തോടെയുള്ള ഒരു നിലവിളിയാണ്. ദൈവജനമേ, നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മുടെ വംശമോ നിറമോ അല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ് പ്രധാനം. ഈ എളിയ പ്രാർത്ഥന അവിടുത്തെ സിംഹാസനത്തെ സ്പർശിക്കുകയും ഉടനടി നമുക്ക് സഹായം ലഭ്യമാക്കുകയും ചെയ്യും. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഉപവാസം പ്രാർത്ഥനയ്ക്ക് ചിറകുകൾ നൽകുന്നു എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ ദൈനംദിന കഷ്ടപ്പാടുകളിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ പശ്ചാത്താപപരമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സങ്കടങ്ങളും ഭയങ്ങളും നാം ദൈവത്തിൻ്റെ കാൽക്കൽ അർപ്പിക്കണം. അവിടുന്ന് കരുണാമയനാണ്. നാം അവിടുത്തെ വിളി കേൾക്കുമ്പോൾ അവിടുന്ന് നമുക്ക് സമാധാനവും ഉടനടിയുള്ള സഹായവും അയച്ചു തരും. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നമുക്ക് അടിയന്തര SOS സന്ദേശം അയക്കാം.